ഡിയാഗോ ജോട്ട പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാൾ. പോർച്ചുഗൽ 2025 നാഷണൽ ലീഗ് കിരീടം നേടിയപ്പോൾ അന്ന് പോർച്ചുഗലിന്റെ സ്ട്രൈക്കറായി കളിച്ചത് അയാൾ തന്നെയായിരുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൂടെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ആ സീസണിലും ഡിയാഗോ ജോട്ട കാഴ്ചവെച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൂടെ വേൾഡ് കപ്പ് കളിക്കണമെന്നും അയാൾക്ക് വേണ്ടി അത് നേടിയെടുക്കണമെന്നതുമാണ് തന്റെ സ്വപ്നമെന്ന് ഒരിക്കൽ ഡിയാഗോ ജോട്ട പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു വിങ്ങലാണ്. കാലത്തിന്റെ ക്രൂരമായ വിധി ആ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞു. 2025 ജൂലൈ 3 ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം ഹൃദയം തകർത്തുകൊണ്ട് ആ വാർത്ത വരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അയാളുടെ മരണ വാർത്ത ഓരോ ഫുട്ബോൾ പ്രേമിയും കേട്ടത്. ഡിയാഗോ ജോട്ടയും അയാളുടെ സഹോദരനും കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു. കേട്ട വാർത്ത സത്യമാകല്ലേ എന്ന് മനസ്സൊരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഒടുവിൽ ആ സത്യം അംഗീകരിക്കേണ്ടി വന്നു. അയാൾ സ്വപ്നം കണ്ടതുപോലെ 2026 വേൾഡ് കപ്പിൽ പോർച്ചുഗലിന്റെ ജേഴ്സിയിൽ അയാൾക്ക് പൂട്ടുകെട്ടാൻ സാധിച്ചില്ല. 2026 വേൾഡ് കപ്പ് അതിന്റെ എല്ലാ ആവേശത്തോടെയും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെ സ്വപ്നങ്ങളുമായിരുന്നു പോർച്ചുഗൽ ഇത്തവണ പൂട്ടുകെട്ടിയിരുന്നത്. അത് പോർച്ചുഗലിന് റൗണ്ട് ഓഫ് 32 എതിരാളികളായി വന്നത് ക്രൊയേഷ്യയായിരുന്നു. ആവേശകരമായ ഒരു മത്സരത്തിന് വേണ്ടിയായിരുന്നു ഫുട്ബോൾ ലോകം കാത്തിരുന്നത്. മത്സരം വരുന്നതാണെങ്കിലോ ഡിയാഗോ ജോട്ടയുടെ ഓർമ്മ ദിവസവും. ആ മത്സരത്തിൽ പോർച്ചുഗലിനും പോർച്ചുഗൽ ആരാധകർക്കും ആ മത്സരത്തിലെ വിജയം അനിവാര്യമായിരുന്നു. അയാൾക്ക് വേണ്ടി ഒന്നെങ്കിൽ വിജയിച്ച് തങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടെ മുൻപോട്ട് ചവിട്ടാം, ഇല്ലെങ്കിൽ സ്വപ്നങ്ങളെല്ലാം എറിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാം. അത് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടത്തിനായിരുന്നു ഇന്ന് ഇരു ടീമുകളും പൂട്ടുകെട്ടി ഇറങ്ങിയിരുന്നത്. മാത്രമല്ല, ലോക ഫുട്ബോളിന്റെ രണ്ട് ഇതിഹാസങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലുക്കാ മോഡ്രിച്ചും ഇരുവരും നേർക്കുനേറി ഏറ്റുമുട്ടുന്ന ആവേശകരമായൊരു മത്സരമായിരുന്നത്. അത് ഇരു താരങ്ങളുടെയും അവസാന വേൾഡ് കപ്പാണിത്. ഇരുപേരുടെയും പടിയിറക്കത്തിന് ഫുട്ബോൾ ലോകം ഒട്ടും തയ്യാറല്ലായിരുന്നു. ഫുട്ബോൾ ലോകത്തേക്ക് ഒരുപാട് മനോഹരമായ ഓർമ്മകളും മനോഹരമായ മുഹൂർത്തങ്ങളും സമ്മാനിച്ച ഇരുവരാണ് ലുക്കാ മോഡ്രിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും. അവർ പടിയിറങ്ങി ഫുട്ബോൾ ലോകത്ത് നിന്നും പോകുമ്പോൾ അവരുടെ പടിയിറക്കത്തിന് എന്ത് വില കൊടുത്താലും മതിയാവാത്ത ശൂന്യതയുണ്ടായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗൽക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ക്രിസ്ത്യാനോ മികച്ചൊരു ഷോട്ട് എടുത്തെങ്കിൽ പോലും അത് ക്രൊയേഷ്യൻ വാളിൽ തട്ടി തിരികെ വരികയാണ്. ആ മത്സരത്തിലെ വിജയം ഇരു ടീമിനും അനിവാര്യമായിരുന്നു. മത്സരത്തിൽ തോറ്റുകൊടുക്കാൻ ഇരു ടീമുകളും ഒരുക്കമില്ലായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 0-0 എന്ന സ്കോറിൽ മത്സര സമനിലയിലാണ് അവസാനിക്കുന്നത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയും ആവേശത്തോടെ തന്നെ ആരംഭിക്കുന്നു. ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മത്സരത്തിന്റെ 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ ഒരു മുന്നേറ്റം കാണാം. ക്രൊയേഷ്യൻ താരമായ ഇവാൻ പെരിസിച്ചിന്റെ മികച്ചൊരു ഷോട്ട്. അത് പോർച്ചുഗൽ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന നിമിഷം. ക്രൊയേഷ്യ ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ഓരോ ക്രൊയേഷ്യൻ ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തിക്കൊണ്ട് 4 വർഷങ്ങൾ കൂടുമ്പോൾ വേൾഡ് കപ്പിന്റെ വേദിയിൽ ഓരോ തവണയും ഫുട്ബോൾ ആരാധകരെ ഒരുപോലെ ആവേശപ്പെടുത്തുന്ന ഒരു രാജ്യക്കാരാണ് ക്രൊയേഷ്യ. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ലുക്കാ മോഡ്രിച്ചിന് കീഴിൽ അവർ ചരിത്രം തീർത്തതാണ്. 2018 ഫൈനൽ വരെ എത്തി ഫ്രാൻസിനോട് തോൽക്കുകയായിരുന്നു. ആ വേൾഡ് കപ്പിലെ സെക്കൻഡ് നേടിയത് ലുക്കാ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ തന്നെയാണ്. ഒരു കൈയലെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സ്വപ്നത്തെ നേടിയെടുക്കാൻ ഖത്തർ മണ്ണിലേക്കും 4 വർഷങ്ങൾക്കപ്പുറം ലുക്കാ മോഡ്രിച്ച് കീഴിൽ അവരൊരിക്കൽ കൂടെ തങ്ങളെ സ്വപ്നത്തെ സാഫല്യമാക്കാൻ വന്നിരുന്നു. എന്നാൽ സെമി ഫൈനലിൽ അർജന്റീനയോട് തോൽക്കുകയും പിന്നീട് വേൾഡ് കപ്പിൽ തേർഡ് നേടുകയും ചെയ്താണ് അവർ പടിയിറങ്ങിയത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട തങ്ങളുടെ സ്വപ്നങ്ങളെ തിരികെ പിടിക്കാൻ തന്നെയാണ് 2026 വേൾഡ് കപ്പിലേക്ക് ക്രൊയേഷ്യ വന്നത്. ആവേശകരമായ മത്സരത്തിൽ പോർച്ചുഗൽ ഇപ്പോഴും ഒരു ഗോളിന് തോറ്റുകിടക്കുകയായിരുന്നു. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ നേടുന്നുണ്ട്. എന്നാൽ അത് ഓഫ് സൈഡ് വിളിച്ചുകൊണ്ട് അത് നിഷേധിക്കുകയായിരുന്നു. പോർച്ചുഗലിന് ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. മത്സരത്തിന്റെ ഓരോ മിനിറ്റുകളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഗോളിന് ഇപ്പോഴും പോർച്ചുഗൽ തോറ്റുകിടക്കുകയാണ്. ആ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ പോർച്ചുഗലിന് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോർച്ചുഗൽക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നത്. അത് കലാശിക്കുന്നതാണെങ്കിൽ ഒരു പെനാൾട്ടിയിൽ. അത് പോർച്ചുഗൽ
പോർച്ചുഗൽക്ക് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിച്ചിരിക്കുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അതെടുക്കുന്നത്. അയാളുടെ കാല് വിറക്കുന്നില്ല. വളരെ മനോഹരമായി തന്നെ അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുമ്പോൾ പോർച്ചുഗൽ ആരാധകരെയും ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷമായിരുന്നു അത്. മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന് പോർച്ചുഗൽ ഇതാ അവരുടെ നായകൻ അവരുടെ ഒരു രാജാവിലൂടെ തന്നെ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഒരു ഗോൾ പോലും നേടിയിട്ടില്ല എന്ന വിമർശനങ്ങൾക്ക് അയാൾ ഒറ്റ നിമിഷത്തിൽ ഇതാ മറുപടി നൽകിയിരിക്കുന്നു. അതൊരു ചരിത്ര തിരിച്ചുവരവിന്റെ തുടക്കം മാത്രമായിരുന്നു. ഒരു ഗോളിന് പിന്നിൽ നിന്ന് പോർച്ചുഗലിനെ അയാൾ തന്റെ തോളിലേറ്റിക്കൊണ്ട് മത്സരം സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തകർന്നടിഞ്ഞ പോർച്ചുഗൽ ആരാധകർ വീണ്ടും ആവേശത്തിലാകുന്നു. അവർ ആ മത്സരത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. മത്സരം അങ്ങനെ 90 മിനിറ്റും അവസാനിച്ച് ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുകയാണ്. ക്രൊയേഷ്യയും പോർച്ചുഗലും ഒരുപോലെ തങ്ങളുടെ വിജയ ഗോളിന് വേണ്ടി ആക്രമിച്ച് കളിക്കുന്നു. അവിടെയാണ് ആ മുഹൂർത്തം വരുന്നത്. പോർച്ചുഗൽ താരമായ റാഫേലിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. പകരക്കാരനായി ഇറങ്ങിയ റാമോസിന്റെ തലയിലേക്കാണത്. അയാൾ മികച്ച രീതിയിൽ തന്നെ അത് ഹെഡ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. പോർച്ചുഗൽ ആരാധകരെയും ഫുട്ബോൾ ആരാധകരെയും ആവേശത്തിലാക്കുന്ന നിമിഷം. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ ഇതാ പോർച്ചുഗൽ ലക്ഷ്യം കണ്ടിരിക്കുന്നു. ആദ്യം ഒരു ഗോളിന് പിന്നിൽ നിന്ന പോർച്ചുഗൽ ഇപ്പോൾ 2 ഗോളുകൾ നേടിക്കൊണ്ട് ആവേശകരമായ മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ ക്രൊയേഷ്യ ലക്ഷ്യം കാണുന്നുണ്ട്. എന്നാൽ അവരുടെ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആ ഗോൾ ഓഫ്സൈഡായി നിഷേധിക്കപ്പെടുകയായിരുന്നു. ലോക ഫുട്ബോളിന്റെ 2 ഇതിഹാസങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലെ ഒരു മത്സരം അവസാനിച്ചിരിക്കുന്നു. 2-1 എന്ന സ്കോറിൽ ആവേശകരമായ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് പോർച്ചുഗൽ റൗണ്ട് ഓഫ് 16 കടക്കുകയാണ്.